ഒരുപാടുണ്ട്, വിശദീകരിക്കാൻ ഒരുപാടുണ്ട്. പക്ഷെ സമയം കുറച്ചേ ഉള്ളത് കൊണ്ട് മാത്രം മിഷൻ സൺഡേയെ പറ്റി ഇത്രേ പറയാനുള്ളൂ. അപ്പൊ മിഷൻ സൺഡേ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തരും മിഷനായി മാറണം. നമ്മുടെ പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് വന്ന് 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ശിഷ്യന്മാർ പുരുഷാരത്തിന് വിളമ്പിക്കൊടുത്തു. അപ്പോൾ ഈ അപ്പം നുറുക്കൽ എന്ന ശുശ്രൂഷ ക്രിസ്ത്യാനികളുടെ ഒരു അവകാശമാണ്. അത് എങ്ങനെ ഉണ്ടായി? ഇതിന്റെയൊക്കെ അടിസ്ഥാനം എവിടെ നിന്നാണ്? പുത്രൻ തമ്പുരാനെ ഭൂമിയിലേക്ക് അയക്കാൻ ദൈവം തീരുമാനിച്ചു. എപ്പോഴാണ് തീരുമാനിച്ചത്? റോമാലേഖനത്തിൽ പറയുന്നത് വരുവാനിരിക്കുന്നവന്റെ സ്വരൂപമായ ആദാം. അപ്പൊ ഈ ലോക സ്ഥാപനത്തിന് മുൻപേ പുത്രൻ തമ്പുരാനെ ഈ ലോകത്തിലേക്ക് അയക്കാൻ ദൈവം തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ പുത്രൻ തമ്പുരാനെ ഈ ലോകത്തിലേക്ക് അയക്കുവാൻ വേണ്ടി ഈ ലോകവും ഈ ലോകത്തിലുള്ള സർവവും സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. അത് എവിടെയാണ് സൃഷ്ടിച്ചത്? ദൈവത്തിന്റെ മനസ്സിലാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഈ ലോകവും അതിലുള്ള എല്ലാം സൃഷ്ടിക്കുകയും ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ ലോകത്തിലെ എല്ലാ ധാതുലവണങ്ങളും എടുത്ത് മനുഷ്യരൂപമുണ്ടാക്കി ദൈവം ആ മനുഷ്യരൂപത്തിന്റെ മുന്നിൽ മുട്ടുകുത്തി കവിണ്ണു വീണു. ജീവശ്വാസം നൽകി ആ മനുഷ്യന്. പക്ഷേ ആ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചു. അങ്ങനെ അവന് മനസ്സിലായി ഞാൻ നഗ്നനാണെന്ന്. അപ്പോൾ ദൈവം പ്രവാചകന്മാരെ ലോകത്തിലേക്ക് അയച്ചു, ദൂതന്മാരെ ലോകത്തിലേക്ക് അയച്ചു. അതുകൊണ്ടാണ് സ്തെഫാനോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത് മോശയ്ക്ക് പ്രത്യക്ഷനായത് ദൂതനാണെന്ന്. അപ്പൊ ഈ പ്രവാചകന്മാരോ ദൂതന്മാരോ വന്നിട്ട് പൂർണ്ണ വിജയം കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് മുന്നമേ നിശ്ചയിച്ചിരുന്ന ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നാണ്. നമ്മൾ കേൾക്കുന്ന സുവിശേഷത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. സുറിയാനി സഭയുടെ സുവിശേഷം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അപ്പം യോഹന്നാൻ ശ്ലീഹ പറയുന്നത് തന്റെ വചനമാണ് ലോകത്തിലേക്ക് അയച്ചതെന്ന്. യോഹന്നാൻ ശ്ലീഹ പറയുന്നു ആ വചനം മാംസമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നാണ്. പുത്രൻ തമ്പുരാൻ പറഞ്ഞത് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. വചനം മാംസമായിട്ടാണ് പിതാവ് പുത്രനെ അയച്ചത്. അതുപോലെ ശിഷ്യന്മാരെ അയക്കുന്നു എന്നാണ് പുത്രൻ തമ്പുരാൻ പറഞ്ഞത്. അപ്പൊ അതായിരിക്കണം യഥാർത്ഥ ഓർത്തഡോക്സ് മിഷൻ. വചനം മാംസമാകണം. ആ മാംസം മനുഷ്യർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കണം. അതാണ് പുത്രൻ തമ്പുരാൻ പറഞ്ഞത്. എന്റെ മാംസം തിന്നുകയും അവിടെ 70 പേരെ തെരഞ്ഞെടുത്തിരുന്നു, കൂടാതെ 12 ശിഷ്യന്മാരും. അങ്ങനെ എല്ലാവരും നിൽക്കുമ്പോൾ ഇത് പറഞ്ഞത് ആ കേട്ടിരുന്നവർക്ക് വളരെ അവിശ്വസനീയമായി തോന്നി. അവർ പറഞ്ഞു, ഞങ്ങൾ എങ്ങനെയാണ് നിന്റെ മാംസം ഭക്ഷിക്കുന്നത്? ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. അവരൊക്കെ അവിടെ നിന്ന് പോയി. 12 ശിഷ്യന്മാർ അവശേഷിച്ചു. അപ്പോൾ പുത്രൻ തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. അവിടെ യാതൊരു മാറ്റവും വാക്കുകൾക്കും വരുത്തിയില്ല. കാരണം നമ്മൾ പറയാനുണ്ടല്ലോ മാറ്റമില്ലാത്തവനാണ് ദൈവമെന്ന്. അവസാനം ആ 12 ശിഷ്യന്മാർ ശേഷിച്ചു. ആ 12 ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാമെന്ന്. യഥാർത്ഥത്തിൽ അതാണ് സുറിയാനി സഭ. ആദ്യം മുതൽ ഇന്ന് വരെ നമ്മുടെ ഒരു ആരാധനയിലും മാറ്റം വരുത്തിയിട്ടില്ലാത്ത ഒരു സഭയാണ്. പലരും പരിശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും
മാറ്റം വന്നിട്ടില്ല. 1901 അമേരിക്കയിലെ അസൂസ സ്ട്രീറ്റിൽ നിന്നുള്ള ഉടലെടുത്ത പ്രലോഭന സംഘടന ഒരുപാട് പ്രലോഭനങ്ങൾ സഭയിലും ഉണ്ടാക്കി, ലോകം മുഴുവൻ ഉണ്ടാക്കി, നമ്മുടെ സുറിയാനി സഭയിലും ഉണ്ടാക്കി. അങ്ങനെ സുറിയാനി സഭയിൽ നിന്ന് പ്രലോഭനത്താൽ ഒരുപാട് പേർ ആ പ്രലോഭനത്തിൽ വീഴുകയുണ്ടായി. എന്നാൽ സുറിയാനി സഭ ഒരിക്കലും അതിൽ നിന്ന് മാറിയില്ല. വിരിച്ചൊരുക്കിയ മാളികയിൽ പുത്രൻ തമ്പുരാൻ അപ്പം നുറുക്കി വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിക്കുകയും ഇതെന്റെ ശരീരമാകുന്നു. അപ്പോഴാണ് ശിഷ്യന്മാർക്ക് വിശ്വാസം വന്നത്, ബോധ്യം വന്നത്, എന്താണ് ശരീരമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ലോകത്തിൽ സുറിയാനി സഭ മാത്രമേ ഉള്ളൂ വിശുദ്ധ കുർബാനയിൽ വാഴ്ത്തി നുറുക്കി ആരാധനയ്ക്ക് വരുന്നവർക്ക് ആ അപ്പം തന്നെ കൊടുക്കുന്നത്. മറ്റൊരു സഭയും അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടി നമ്മുടെ സുറിയാനി സഭയ്ക്കുണ്ട്, ഓർത്തഡോക്സ് സഭയ്ക്കുണ്ട്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? വചനമായി കൊടുത്തിട്ട് എന്ത് പ്രയോജനം? ഒരുപാട് പേർ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്താറുണ്ട്. അതുകൊണ്ട് എന്താണ് ലോകത്തിന് പ്രയോജനം ഉണ്ടാകുന്നത്? യാതൊരു പ്രയോജനം അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. വചനം മാംസമായി കൊടുക്കണം, നമ്മളെ തന്നെ ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാമായി തീരണം. അതാണ് യഥാർത്ഥ മിഷൻ. അതായിരിക്കണം മിഷൻ സൺഡേ. അതിന് നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധ റൂഹ ശക്തരാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഈ അവസരം തന്ന ബഹുമാനപ്പെട്ട അച്ഛനും മറ്റ് വിശ്വസ്തരുമേ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.